ഇസ്രയേലും പലസ്തീൻ സായുധ വിഭാഗമായ ഹമാസും തമ്മിലുള്ള അതിരൂക്ഷമായ സംഘർഷത്തിന് അറുതി വരുത്താനായി ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖ് റിസോർട്ടിൽ ആരംഭിച്ച സമാധാന ചർച്ചകൾ ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം വരുമോ? 2 വർഷം പിന്നിടുന്ന ഈ യുദ്ധം മനുഷ്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദുരിതമാണ് ഗാസയിൽ വിതച്ചത്. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ചകൾ ഒരു താൽക്കാലിക വെടിനിർത്തലെങ്കിലും കൊണ്ടുവരുമെന്ന പ്രതീക്ഷയാണ് ലോക നേതാക്കൾ പങ്കുവെക്കുന്നത്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രയേലിന്റെ കടന്നാക്രമണം ഗാസയെ തകർത്തെറിഞ്ഞു. പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇതുവരെ 67,160 പേർ കൊല്ലപ്പെടുകയും 1,69,679 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർന്ന ഗാസയിൽ മാനുഷിക ദുരന്തം അതിന്റെ എല്ലാ തീവ്രതയിലും തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ചർച്ചകൾക്ക് ഒരു അടിയന്തര സ്വഭാവം കൈവരുന്നു. ചർച്ചകൾക്ക് വഴിത്തിരിവായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതിയാണ്. ട്രംപിന്റെ ഭരണകൂടം പശ്ചിമേഷ്യൻ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നെങ്കിലും ഈ പദ്ധതി ഇപ്പോഴും ചർച്ചകൾക്ക് ഒരു അടിത്തറയായി വർത്തിക്കുന്നു. എന്നാൽ US താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഈ പദ്ധതിയെ പലസ്തീൻ പക്ഷം എങ്ങനെ കാണുന്നു എന്നതും നിർണായകമാണ്. ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നത് ഈജിപ്തും ഖത്തറുമാണ്. ഹമാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ 2 രാജ്യങ്ങളുടെ മധ്യസ്ഥ തർക്കത്തിലുള്ള 2 കക്ഷികളെയും ഒരേ മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരുന്നതിൽ വിജയിച്ചു. ഖത്തർ നേരത്തെയും ബന്ദി കൈമാറ്റ വിഷയങ്ങളിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളുടെ ആദ്യഘട്ടത്തിലെ പ്രധാന അജണ്ട ബന്ദികളുടെ മോചനവും പലസ്തീൻ തടവുകാരുടെ കൈമാറ്റവുമാണ്. ഹമാസ് തടവിലാക്കിയിട്ടുള്ള ഇസ്രയേലി ബന്ദികളെ ഉടൻ മോചിപ്പിക്കുക എന്നതാണ് ഇസ്രയേലിന്റെ പ്രധാന ആവശ്യം. ബന്ദികളോടുള്ള മാനുഷിക പരിഗണന ഉറപ്പാക്കുക എന്നത് ഇസ്രയേൽ പൊതുസമൂഹത്തിന്റെയും സർക്കാരിന്റെയും സമ്മർദ്ദ വിഷയമാണ്. ഇതിന് പകരമായി ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന വൻതോതിലുള്ള പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നതാണ് ഹമാസിന്റെ ആവശ്യം. ബന്ദിമോചനം ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുമുണ്ട്. ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഈ കൈമാറ്റം സാധ്യമാകൂ. ചർച്ചകളിൽ പങ്കെടുക്കുന്ന സംഘങ്ങൾ അതീവ പ്രാധാന്യമുള്ളവരാണ്. ഇസ്രയേൽ സംഘം നയതന്ത്രപരമായും സുരക്ഷാപരമായും ശക്തരാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, വിദേശനയ ഉപദേഷ്ടാവ് ഒഫീർ ഫോക്ക്, ബന്ദികളുടെ ചുമതലയുള്ള ഗാൽ ഗിർഷ് എന്നിവരാണ് പ്രധാനികൾ. കൂടാതെ ചാരസംഘടനകളായ മൊസാദിന്റെയും ഷിൻ ബെറ്റിന്റെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇസ്രയേലിന്റെ തന്ത്രപരമായ തീരുമാനങ്ങളിൽ സുരക്ഷാപരമായ ഘടകങ്ങൾ എത്രത്തോളം നിർണായകമാണെന്നും വ്യക്തമാക്കുന്നു. സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമർ എത്തുന്നത് ചർച്ചകൾക്ക് കൂടുതൽ ഔദ്യോഗികത നൽകും. ഹമാസിന്റെ മുതിർന്ന നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലാണ് ഹമാസ് സംഘം ചർച്ചയ്ക്കെത്തിയത്. ഖത്തറിൽ നടന്ന മുൻ സംഭാഷണത്തിനിടെ ഇസ്രയേലിന്റെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിയാണ് അൽ ഹയ്യ. ഇത് ചർച്ചകളിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള കടുപ്പമേറിയ നിലപാടുകൾക്ക് കാരണമായേക്കാം. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ബന്ദികളെ മോചിപ്പിക്കുന്നത് വഴി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് താൽക്കാലികമായോ സ്ഥിരമായോ ഒരു വിരാമം വരുത്തുക എന്നതാണ് പരമപ്രധാനമായ ലക്ഷ്യം. ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും സമാധാനം എന്നത് വളരെ അകലെയാണ്. മാത്രമല്ല, നിരവധി വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. ചർച്ചകൾ പുരോഗമിക്കവേ പോലും ഇസ്രയേൽ സൈന്യം ഗാസയിൽ ആക്രമണം തുടരുകയാണ്. തിങ്കളാഴ്ച 10 പേർ കൊല്ലപ്പെട്ട സംഭവം സമാധാന ശ്രമങ്ങളോടുള്ള ഇസ്രയേലിന്റെ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യുന്നു. യുദ്ധം തുടരുന്നത് ഹമാസ് സംഘത്തെ ചർച്ചയിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചേക്കാം. നിലവിലെ ചർച്ചകൾ ബന്ദിമോചനത്തിനും വെടിനിർത്തലിനും ഒതുങ്ങി നിൽക്കാനാണ് സാധ്യത. പലസ്തീൻ രാഷ്ട്ര രൂപീകരണം, ഗാസയുടെ ഭാവി ഭരണം, ഇസ്രയേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ തുടങ്ങിയ ദീർഘകാല രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ഈ ചർച്ചകളിൽ പരിഹാരം കാണാൻ സാധ്യതയില്ല. ഇരുപക്ഷത്തെയും രാഷ്ട്രീയ നേതാക്കൾ വലിയ ആഭ്യന്തര സമ്മർദ്ദത്തിലാണ്. നെതന്യാഹുവിന് ബന്ദികളെ തിരിച്ചെത്തിക്കുകയും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേസമയം ഹമാസിന് ഗാസയിലെ തങ്ങളുടെ അധികാരം നിലനിർത്തുകയും പലസ്തീൻ തടവുകാർക്ക് മോചനം നേടിക്കൊടുക്കുകയും വേണം. നിലവിൽ ട്രംപിന്റെ പദ്ധതിയെ അടിസ്ഥാനമാക്കി ഈജിപ്തും ഖത്തറുമാണ് മധ്യസ്ഥത വഹിക്കുന്നത്. എന്നാൽ ഈ സംഘർഷം ആഗോള ശ്രദ്ധ ആകർഷിച്ചതിനാൽ മറ്റു ശക്തികളുടെ ഇടപെടലും സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. US-ന് ഈ ചർച്ചകളിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയും. ഇസ്രയേലിന്റെ പ്രധാന സഖ്യകക്ഷി ആയതിനാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഈ രാജ്യങ്ങൾ പലസ്തീൻ അനുകൂല നിലപാടുകൾ എടുക്കുന്നവരാണ്. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രയേലിനെതിരെ പ്രമേയങ്ങൾ കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചേക്കാം. യൂറോപ്യൻ യൂണിയൻ മാനുഷിക സഹായം നൽകുന്നതിലും വെടിനിർത്തലിനായി നയതന്ത്ര ശ്രമങ്ങൾ നടത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഷാം അൽ ഷെയ്ഖിലെ സമാധാന ചർച്ചകൾ ഗാസയിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസത്തിന് വക നൽകുന്നു ഒരു നേരിയ പ്രതീക്ഷയാണ്. എന്നാൽ പൂക്കളുള്ള ഒരു സമാധാന കരാറിലേക്കുള്ള യാത്ര കഠിനമാണ്. ബന്ദിമോചനത്തിനും താൽക്കാലിക വെടിനിർത്തലിനുമുള്ള ശ്രമങ്ങൾ വിജയിച്ചാൽ പോലും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ രാഷ്ട്രീയവും ചരിത്രപരവുമായ മൂലകാരണങ്ങളെ അഭിമുഖീകരിക്കാതെ സ്ഥിരമായ സമാധാനം കൈവരിക്കാൻ കഴിയുകയില്ല. ലോകം ഈ ചർച്ചകളെ നിരീക്ഷിക്കുമ്പോൾ വെടിനിർത്തലിന് ശേഷം യുദ്ധം വീണ്ടും ആരംഭിക്കുമോ എന്ന ഭയം പലസ്തീൻ ജനതയെ വേട്ടയാടുന്നു. ഈജിപ്തിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഗാസയിലെ മാനുഷിക സഹായം നിലവിലുള്ളതിനേക്കാൾ ഭയാനകമായ നിലയിലേക്ക്
കൈകളിലേക്ക് വഷളാകാനുള്ള സാധ്യതയുമുണ്ട്. ഗാസയിലെ ദുരന്തം ഇപ്പോൾ തന്നെ അവിശ്വസനീയമാവിധം കഠിനമാണ്. ചർച്ചകളെല്ലാം തകർന്നാൽ ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങൾ കൂടുതൽ തീവ്രമാക്കാനും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുമുള്ള സാധ്യതയുമുണ്ട്. ഇത് മരണസംഖ്യയും പരിക്കേറ്റവരുടെ എണ്ണവും വീണ്ടും ഉയർത്തും. നിലവിൽ തന്നെ ഭക്ഷണം, ശുദ്ധജലം, മരുന്ന് എന്നിവയുടെ കടുത്ത ക്ഷാമം ഗാസ നേരിടുന്നു. സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സഹായ വിതരണം പൂർണ്ണമായി നിലയ്ക്കുകയും പട്ടിണി രൂക്ഷമാവുകയും ചെയ്യും. ശുചീകരണ സംവിധാനങ്ങൾ തകർന്നതിനാൽ പകർച്ചവ്യാധികൾ അതിവേഗം പടർന്നു പിടിക്കും. ആരോഗ്യ സംവിധാനത്തിന്റെ തകർച്ചയും നിർണായകമാണ്. ആശുപത്രികൾ മിക്കവാറും പ്രവർത്തനം നിർത്തി. ആക്രമണം തുടർന്നാൽ ശേഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും സൗകര്യങ്ങൾക്കും നിലനിൽക്കാനാകില്ല. ഇത് പരിക്കേറ്റവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്നതിനും തടയാവുന്ന മരണങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാകും. ജനങ്ങൾ സുരക്ഷിത താവളങ്ങൾ തേടി പലായനം ചെയ്യുന്നത് തുടരും. വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും തകരുന്നതോടെ ഗാസ ഒരു വാസയോഗ്യമല്ലാത്ത പ്രദേശമായി മാറും. ചുരുക്കത്തിൽ, ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഗാസയിലെ ദുരിതം ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാനുഷിക ദുരന്തമായി മാറും. ഒരൊറ്റ തലമുറയുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയുമുണ്ട്.